Hello, all my beautiful souls. Welcome back to my channel. I am so happy and excited to be here with another tarot reading, and I'm wishing you all a very awesome day ahead with a lot of blessings, miracle, happiness, and wish fulfillment, and so much more. And have a great day ahead for all of you. So today's reading is all about your career, finance, love and relationship. Okay, so നിങ്ങളുടെ career, finance, love and relationship എന്തൊക്കെ കാര്യങ്ങളാണ് സംഭവിക്കാൻ പോകുന്നത്, എന്തൊക്കെ ബ്ലെസ്സിങ്സ് ആണ് വരുന്നത് എന്നാണ് നമ്മൾ ഇന്ന് ടാരോറ്റിൻ്റെ അടുത്ത് ചോദിക്കുന്നത്. സോ ഞാനിവിടെ 3 കാർഡ്സ് ആണ് എടുത്തു വെച്ചിട്ടുള്ളത്. കാർഡ് നമ്പർ 1, കാർഡ് നമ്പർ 2 ആൻഡ് കാർഡ് നമ്പർ 3. ഓക്കെ, സോ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അട്രാക്ഷൻ തോന്നുന്ന ഒരു നമ്പർ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. അതിൽ നിങ്ങൾക്കുള്ള മെസ്സേജ് ഉണ്ടാവും. അതുപോലെ തന്നെ നിങ്ങളുടെ ബോണസ് റീഡിങ്ങിന് വേണ്ടിയിട്ട് നിങ്ങൾ ഏറ്റവും കൂടുതൽ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ടോപ്പിക് നിങ്ങൾക്ക് ഏതാണെന്ന് വോട്ട് ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. സോ നിങ്ങൾ പറയുന്നതിനനുസരിച്ചിട്ടായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഏത് ടോപ്പിക്കിനാണ് വോട്ട് ചെയ്യുന്നത് അതായിരിക്കും ഞാൻ ബോണസ് റീഡിങ്ങിന് വേണ്ടിയിട്ട് ചെയ്യുന്നത്. സോ ഡോണ്ട് ഫർഗെറ്റ് ടു കമൻറ്റ് ഓർ വോട്ട്. സോ നിങ്ങളൊരു നമ്പർ സെലക്ട് ചെയ്യുക ആൻഡ് ദെൻ വി വിൽ സ്റ്റാർട്ട്. All right, let's start with number 1. So card number 1 സെലക്ട് ചെയ്ത ആൾക്കാർ എന്തൊക്കെ ചേഞ്ചസ് ആണ്, എന്തൊക്കെ കാര്യങ്ങളാണ്, എന്തൊക്കെ ബ്ലെസ്സിങ്സ് ആണ് നിങ്ങളുടെ കരിയർ, ഫിനാൻസ്, ലവ് ആൻഡ് റിലേഷൻഷിപ്പിൽ സംഭവിക്കാൻ പോകുന്നത്. ഓക്കെ, സോ വരുന്ന ദിവസങ്ങളിൽ എന്തൊക്കെ മാറ്റങ്ങളാണ്, എന്തൊക്കെ ബ്ലെസ്സിങ്സ് ആണ് നിങ്ങൾക്ക് വരുന്നത്. കാർഡ് നമ്പർ 1, what blessings are coming for you in career, finance, love and relationship. Card number 1. What blessings are coming for you in career, finance, love and relationship? What you can expect, what you have to take care of. Tarot, help me with the right message. All right, so card number 1 സെലക്ട് ചെയ്ത ആൾക്കാർ you're gonna experience a lot of love. ഓക്കെ, ഒരുപാട് സ്നേഹം എക്സ്പീരിയൻസ് ചെയ്യുന്ന സമയമാണ്, അല്ലെങ്കിൽ ആ റൈറ്റ് പാർട്ട്ണർ, ഓക്കെ, റിലേഷൻഷിപ്പിനൊക്കെ വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ റൈറ്റ് പാർട്ട്ണർ മീറ്റ് ചെയ്യാനുള്ള, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം തരുന്ന ആൾക്കാരായിട്ട്, എസ്പെഷ്യലി റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം തരുന്ന ആൾക്കാരൊക്കെ ആയിട്ട് നിങ്ങൾക്ക് സംസാരിക്കാനുള്ള ചാൻസ് ഉണ്ടാവും, അല്ലെങ്കിൽ സംസാരിക്കാനുള്ളൊരു ഭാഗ്യമൊക്കെ കാണുന്നുണ്ട്. ഓക്കെ, സോ അതുപോലെ തന്നെ നിങ്ങൾ കുറേ കൂടെ ഫോക്കസ്ഡ് ആവുന്ന സമയമാണ്. ഓക്കെ, സോ നിങ്ങളുടെ കുറേ കൂടെ നിങ്ങളുടെ കാര്യം, അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം ഒക്കെ കുറേ കൂടെ ഫോക്കസ് ചെയ്യും, നിങ്ങളിൽ കുറേ വർക്ക് ചെയ്യുന്ന സമയമാണ്. ഓൾ റൈറ്റ്, സോ അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു കറന്റ് സിറ്റുവേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും സ്നേഹം കൊണ്ട് എന്തെങ്കിലും ഹേർട്ടായിട്ടുണ്ടാവും. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ നഷ്ടപ്പെട്ടു പോയിട്ടുള്ള കാര്യത്തിനെ പറ്റിയിട്ട്, റിലേഷൻഷിപ്പ് ആയിരിക്കാം, അത് നിങ്ങൾക്ക് ഒരുപാട് വേദന ഉണ്ടാക്കിയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറ്റിയിട്ട് ഒരുപാട് നിങ്ങൾ ഓർത്ത് വിഷമിക്കുന്നുണ്ട്. എസ്പെഷ്യലി സ്നേഹം, ഓക്കെ, ലവ് അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് ഒരുപാട് പെയിൻഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുള്ള കാര്യത്തിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് ഒരുപാട് വിഷമം ഉണ്ടായിരിക്കാം. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് വരുന്ന ബ്ലെസ്സിങ്സ് നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യാണ്. നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുള്ള കാര്യത്തിൽ ഓവറായിട്ട് ചിന്തിക്കുമ്പോൾ എന്തൊക്കെയാണ് നിങ്ങളുടെ ലൈഫിൽ വരുന്ന മറ്റ് ബ്ലെസ്സിങ്സ്, ഓക്കെ, എസ്പെഷ്യലി ലവ്, മറ്റ് സ്നേഹം നിങ്ങൾ കാണുന്നില്ല, കാരണം നിങ്ങൾ ബ്ലോക്ക് ചെയ്യാണ്. ബിക്കോസ് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുള്ള കാര്യത്തിൽ നിങ്ങൾ ഓവർ തിങ്ക് ചെയ്യുന്നുണ്ട്. സോ അങ്ങനെ ചെയ്യാതിരിക്കുക, കാരണം നിങ്ങൾക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ, ഓക്കെ, റിലേഷൻഷിപ്പിലായിരിക്കാം, ഈവൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വ്യക്തിയിൽ നിന്നായിരിക്കാം, ഓക്കെ, ആ ഒരു നല്ല കാര്യങ്ങളൊക്കെ, അല്ലെങ്കിൽ ആ ഒരു ബ്ലെസ്സിങ്സ് ഒക്കെ വരുന്നുണ്ട്. ആ ഒരു സ്നേഹം മേ ബി ആർക്കെങ്കിലും നിങ്ങളെടുത്ത് ഒരു സ്നേഹം എക്സ്പ്രസ് ചെയ്യേണ്ട ഒരു സമയം കൂടിയാണത്. പക്ഷെ നിങ്ങളത് കാണുന്നില്ല. മേ ബി അവർ എക്സ്പ്രസ് ചെയ്യുന്നുണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തി തന്നെ ആയിരിക്കാം, പക്ഷെ നിങ്ങളത് കാണുന്നില്ല. ഓക്കെ, സോ കറൻ്റ്ലി നിങ്ങൾക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യേണ്ട ഒരു സമയമാണ്. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന സമയമാണ്. നിങ്ങൾ കുറച്ചുകൂടെ ഫോക്കസ്ഡ്, അല്ലെങ്കിൽ മെഡിറ്റേഷൻ കാര്യങ്ങൾ, അങ്ങനെ നിങ്ങൾക്ക് ഒരുപാട് ഹാപ്പിനെസ് തരുന്നത്. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങളുടെ ഇമോഷൻസ് ഒക്കെ കൺട്രോൾ ചെയ്യേണ്ട ഒരു സമയം കൂടിയാണ്. നിങ്ങളുടെ ഇമോഷൻസ് ഒക്കെ കൺട്രോൾ ചെയ്യേണ്ട സമയമാണ്. ഇമോഷൻസ് ഒക്കെ ആവശ്യമില്ലാണ്ട് നിങ്ങളുടെ എനർജി ഒക്കെ വേസ്റ്റ് ചെയ്യുന്ന പോലെയാണ് കാണുന്നത്. ഓക്കെ, സോ അങ്ങനെ ചെയ്യാതിരിക്കുക, കാരണം നിങ്ങൾ ഒരുപാട് നഷ്ടപ്പെട്ടു പോയിട്ടുള്ള കാര്യത്തിൽ, അല്ലെങ്കിൽ ലോസ്റ്റ് ആയിട്ടുള്ള കാര്യത്തിൽ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യം, ഓക്കെ, വേറെ എന്തെങ്കിലും കാര്യത്തിൽ ആലോചിച്ചിട്ട് വിഷമിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് കാണുന്നത്. സോ അങ്ങനെ ചെയ്യാതിരിക്കുക. സോ കാർഡ് നമ്പർ 1 സെലക്ട് ചെയ്ത ആൾക്കാർ നിങ്ങൾ ഒരുപാട് ലവ് ഒക്കെ എക്സ്പീരിയൻസ് ചെയ്യുന്ന സമയമാണ്. ഓക്കെ, മേ ബി
നിങ്ങൾക്ക് അങ്ങനെ ഒരു സോൾ കണക്ഷൻ തോന്നുന്ന ആൾക്കാരെ മീറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഓൾറെഡി അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു സമയം കൂടിയാണ്. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വ്യക്തി നിങ്ങളുടെ അടുത്ത് എക്സ്പ്രസ് ചെയ്യുന്ന ഒരു സമയം കൂടിയാണ് കാർഡ് നമ്പർ 1 സെലക്ട് ചെയ്തിട്ടുള്ള ആൾക്കാർ. വാട്ട് ആർ ദ ബ്ലെസ്സിങ്സ് ആർ കമ്മിങ് ഫോർ യു? കാർഡ് നമ്പർ 1. എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്? എന്തൊക്കെ ബ്ലെസ്സിങ്സ് ആണ് നിങ്ങൾക്ക് വരുന്നത്? ഓക്കെ, what blessings are coming for you? Card number 1. സോ കാർഡ് നമ്പർ 1, നിങ്ങൾ ഫിനാൻഷ്യലി നിങ്ങളുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഫിനാൻഷ്യലി നിങ്ങൾക്ക് ജോലിയൊക്കെ നോക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ കുറേ കാലമായിട്ട് എന്തെങ്കിലുമൊക്കെ വേണ്ടി വർക്ക് ചെയ്തിട്ട് അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന റിസൾട്ട് കിട്ടാതെ വെയിറ്റ് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ, ഓക്കെ, ജോലിക്കൊക്കെ ഒരുപാട് ശ്രമിച്ചിട്ട് കിട്ടാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരുപാട് എന്തെങ്കിലും ഒരു എഫേർട്ട് എടുത്തുള്ള കാര്യം, ഓക്കെ, നിങ്ങൾ ഒരുപാട് എഫേർട്ട് എടുത്തുള്ള കാര്യത്തിനുള്ള റിസൾട്ട് ഒക്കെ വരുന്ന സമയമാണ് ഇത്. ഓക്കെ, അപ്പം സ്റ്റേ പോസിറ്റീവ്. സോ പോസിറ്റീവ് ആയിട്ടിരിക്കണം. കാരണം നിങ്ങൾ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ആ ഒരു സമയത്ത് അല്ലെങ്കിൽ ഇൻ ദ പാസ്റ്റ് നിങ്ങൾക്ക് ആഗ്രഹിച്ച ആ ഒരു റിസൾട്ട്, ഇവൻ നിങ്ങൾ ജോലിക്കൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പോലും, അല്ലെങ്കിൽ ബിസിനസ് ആയാലും ജോലി സംബന്ധമായിട്ടുള്ള എന്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പോലും, ഈവൻ റിലേഷൻഷിപ്പിലായ പോലും നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു റിസൾട്ട് അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച പോലെ കാര്യങ്ങളൊന്നും വർക്ക് ആയിട്ടുണ്ടാവില്ല. ഓക്കെ, പക്ഷേ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നത് നിങ്ങൾക്ക് ഒരുപാട് നിങ്ങൾ ആ ഒരു ഹാർഡ് വർക്ക് ചെയ്തതിനുള്ള അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് എഫേർട്ട് എടുത്തതിനുള്ള ഒരു റിസൾട്ട് ഒക്കെ കിട്ടുന്ന ഒരു സമയമാണ് കാർഡ് നമ്പർ 1. ഓക്കെ, നിങ്ങൾ ഒരുപാട് എന്താ പറയുക, നിങ്ങൾ ആ ഒരു ബ്രൈറ്റ് സൈഡിലേക്ക്, നിങ്ങളുടെ ലൈഫിൻ്റെ ഒരു ബ്രൈറ്റ് സൈഡിലേക്ക്, അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് എഫേർട്ട് എടുത്ത കാര്യത്തിനുള്ള റിസൾട്ട് വരുന്ന ഒരു സമയം കൂടിയാണ്. ഓക്കെ, അതിൽ ആൾക്കാരുടെ സപ്പോർട്ട് നിങ്ങൾക്ക് ഉണ്ടാവാം. എസ്പെഷ്യലി നിങ്ങളുടെ ഫാമിലിയിൽ നിന്ന് ആരെങ്കിലും ആയിരിക്കാം, എന്തെങ്കിലും ഒരു ഫാമിലിയിൽ നിന്ന് ഒരാളുടെ ഒരു കൺഫർമേഷനോ അല്ലെങ്കിൽ ഫാമിലിയിൽ നിന്ന് ഒരാളുടെ സപ്പോർട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫാദറിൻ്റെ സപ്പോർട്ടോ ഒക്കെ കിട്ടുന്ന ഒരു സമയം കൂടിയാണ്. ഓക്കെ, നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ അച്ഛൻ്റെ അല്ലെങ്കിൽ ഒരു സീനിയർ ആയിട്ടുള്ള ആരുടെയെങ്കിലും ഒരു സപ്പോർട്ട് ജോലിക്കാര്യത്തിലായാലും ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യത്തിലായാലും, അല്ലെങ്കിൽ നിങ്ങൾ ആരുടെയെങ്കിലും ഒരു കൺഫർമേഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തിനൊക്കെ വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിലൊരു കൺഫർമേഷൻ അല്ലെങ്കിൽ അവരുടെ ഒരു സപ്പോർട്ട് കിട്ടുന്ന ഒരു സമയം കൂടിയാണ്. ഓക്കെ, ജോലിക്കാര്യത്തിലായാലും റിലേഷൻഷിപ്പിലായാലും നിങ്ങൾക്ക് ആ ഒരു സപ്പോർട്ട് അല്ലെങ്കിൽ ആരുടെയെങ്കിലും ഒരു സീനിയർ ആയിട്ടുള്ള വ്യക്തിയുടെ ഒരു സപ്പോർട്ട് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു സമയം കൂടിയാണ്. നിങ്ങൾ ആരുടെയെങ്കിലുമൊക്കെ അപ്രൂവലിനോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാര്യത്തിനൊക്കെ വെയിറ്റ് ചെയ്യുന്ന സമയമാണെന്നുണ്ടെങ്കിൽ, ആരെങ്കിലും നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്ന സമയം കൂടിയാണ്. ഓക്കെ, സോ ഒരുപാട് എഫേർട്ട് എടുത്ത കാര്യത്തിലുള്ള റിസൾട്ട് ഒക്കെ വരുന്ന ഒരു സമയം കൂടിയാണ് കാർഡ് നമ്പർ 1 സെലക്ട് ചെയ്ത ആൾക്കാർ. അതുപോലെ തന്നെ ട്രാവലൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രാവലൊക്കെ ചെയ്യാൻ പറ്റും. എവിടെയെങ്കിലും ആരെങ്കിലും മീറ്റ് ചെയ്യാനാണോ അല്ലെങ്കിൽ ജോലി സംബന്ധമായിട്ടൊക്കെ ട്രാവൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു സമയം കൂടിയാണ്. സോ അതൊക്കെ നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാവുന്നതാണ്. ഓക്കെ, ലൈഫിൻ്റെ ഒരു ബ്രൈറ്റ് സൈഡാണ്. കാരണം നിങ്ങൾ മേ ബി കുറച്ച് സമയമായിട്ട് നിങ്ങളുടെ ഫോക്കസ്ഡ് ആവുന്ന ഒരു സമയമായിരുന്നു. സോ അതിനുള്ളൊരു റിസൾട്ടൊക്കെ വരുന്ന ഒരു സമയം കൂടിയാണിത്. ഓക്കെ, നിങ്ങൾ ആ ഒരു ബ്രൈറ്റ് സൈഡിലേക്ക്, നിങ്ങളുടെ ലൈഫിൻ്റെ ഒരു ബ്രൈറ്റ് സൈഡിലേക്ക് മൂവ് ചെയ്യുന്ന ഒരു സമയം കൂടിയാണ്. നിങ്ങളെ ഒരുപാട് ബ്ലെസ്സിങ്സ് മീൻസ് നിങ്ങൾ ഒരുപാട് റിലേഷൻഷിപ്പിനൊക്കെ വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരുപാട് സ്നേഹം എക്സ്പീരിയൻസ് ചെയ്യുന്ന സമയമാണ്. എസ്പെഷ്യലി നിങ്ങൾക്ക് വളരെ ഇഷ്ടം തോന്നുന്ന വ്യക്തിയുടെ സ്നേഹം എക്സ്പീരിയൻസ് ചെയ്യുന്ന സമയമാണ്. ഓക്കെ, ആരെങ്കിലും നിങ്ങളുടെ അടുത്ത് ലവ് എക്സ്പ്രസ് ചെയ്യുന്ന സമയമാണ്. എസ്പെഷ്യലി റിലേഷൻഷിപ്പിൽ ലവ് എക്സ്പ്രസ് ചെയ്യുന്ന സമയമാണ്. അതുപോലെ തന്നെ നിങ്ങൾ ജോലി സംബന്ധമായിട്ട് ഫിനാൻഷ്യലി ഒക്കെ നിങ്ങൾ എടുത്ത എഫേർട്ടിനുള്ള അല്ലെങ്കിൽ നിങ്ങൾ ശ്രമിക്കുന്ന എന്തെങ്കിലും കാര്യത്തിനുള്ള റിസൾട്ട് കിട്ടുന്ന ഒരു സമയം കൂടിയാണ്. ഓക്കെ, നിങ്ങൾ എടുത്തതിൻ്റെ ആ ഒരു റിസൾട്ട് അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് എഫേർട്ട് എടുത്തതിൻ്റെ ആ ഒരു റിസൾട്ടൊക്കെ വരുന്ന ഒരു സമയം കൂടിയാണ്. ആളുകളുടെ സപ്പോർട്ട്, അല്ലെങ്കിൽ ഒരു സപ്പോർട്ടൊക്കെ നിങ്ങൾക്ക് വരുന്നൊരു സമയം കൂടിയാണ്. ഓൾറൈറ്റ്, സോ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള മണി. ഓക്കെ, റിലേഷൻഷിപ്പ്, എസ്പെഷ്യലി റിലേഷൻഷിപ്പ് കാർഡ് നമ്പർ 1 സെലക്ട് ചെയ്തിട്ടുള്ള ആൾക്കാർ, റിലേഷൻഷിപ്പ്, ഓക്കെ, എസ്പെഷ്യലി നിങ്ങൾ ഒരുപാട് സ്നേഹം എക്സ്പീരിയൻസ് ചെയ്യുന്ന സമയം കൂടിയാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് അങ്ങനെ സോൾ കണക്ഷൻ തോന്നിയിട്ടുള്ള വ്യക്തി ഓൾറെഡി ഉണ്ടെന്നുണ്ടെങ്കിൽ അവരായിട്ടുള്ള റിലേഷൻഷിപ്പ് ഒന്നും കൂടെ സ്ട്രോങ് ആവുന്നത്. അതുപോലെ തന്നെ അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു സോൾ കണക്ഷൻ തോന്നിയിട്ടുള്ള വ്യക്തിയുമായിട്ട് മീറ്റ് ചെയ്യാനുള്ള, അല്ലെങ്കിൽ നിങ്ങൾ സോൾമേറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ റിലേഷൻഷിപ്പിനൊക്കെ വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു റൈറ്റ് അല്ലെങ്കിൽ മാരേജ് പ്രപ്പോസലോ അല്ലെങ്കിൽ എൻഗേജ്മെൻറ്റ് അല്ലെങ്കിൽ മാരേജിനൊക്കെ വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ആ റൈറ്റ് പേഴ്സൺ, ഓക്കെ, നിങ്ങൾക്ക് ഒരുപാട്
ഒരുപാട് അട്രാക്ഷൻ അല്ലെങ്കിൽ ഒരു ഫീലിങ്സ് ഒക്കെ തോന്നുന്ന വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വരികയാണ്. നിങ്ങൾക്ക് അങ്ങനെ ഒരു സോൾ കണക്ഷൻ തോന്നുന്ന ആൾക്കാർ. ഓക്കെ, നിങ്ങൾ ഓൾറെഡി നിങ്ങളുടെ ലൈഫിൽ അങ്ങനെ ഒരാളുണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് അങ്ങനെ ഒരു ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു സ്നേഹം കുറച്ചുകൂടി സ്ട്രോങ് ആവുന്നതാണ്. ഓക്കെ, അല്ലെങ്കിൽ അവരുടെ അടുത്ത് നിന്ന് നിങ്ങൾ ഒരുപാട് സ്നേഹം എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു സമയം കൂടിയാണത്. സോ അതുപോലെ തന്നെ കാർഡ് നമ്പർ 1 സെലക്ട് ചെയ്ത ആൾക്കാർ ഈ ഒരു സമയം, ഓക്കെ, ഈ ഒരു സമയം എന്ന് പറയുന്നത് നിങ്ങൾ ഒരു സ്പിരിച്വലി പോകുന്ന സമയം കൂടി ആയിരിക്കും. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടെ വർക്ക് ചെയ്യേണ്ട സമയമാണ്. യു ഹാവ് ടു ഹീൽ യുവർ സെൽഫ്. ഓക്കെ, യു ഹാവ് ടു വർക്ക് ഓൺ യുവർ സെൽഫ്, യു ഹാവ് ടു ഹീൽ യുവർ സെൽഫ്. നിങ്ങൾക്ക് അങ്ങനെ ഒരു സ്പിരിച്വൽ എബിലിറ്റി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്പിരിച്വൽ ഗിഫ്റ്റ് ഒക്കെ നിങ്ങൾ റിയലൈസ് ചെയ്യുന്ന ഒരു സമയം കൂടിയാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും സ്പിരിച്വൽ ആയിട്ടുള്ള എന്തെങ്കിലും ടാലൻസ് ഉണ്ടാവും. ഓക്കെ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇൻറ്റ്യൂഷൻ ആയിരിക്കാം, നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ റൈറ്റ് ആയിട്ടുള്ള കാര്യമായിരിക്കാം. അങ്ങനെ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യേണ്ട സമയമാണ്, അല്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്യേണ്ട സമയമാണ്. ഓക്കെ, നിങ്ങൾക്ക് അങ്ങനെ ഒരു നിങ്ങൾ വളരെ ഇൻറ്റ്യൂട്ടീവ് ആയിട്ടുള്ള ആളാണ്, സ്പിരിച്വൽ ആയിട്ടുള്ള ആളാണ്. സോ യു ഹാവ് ടു എക്സ്പ്ലോർ ആൻഡ് അക്സെപ്റ്റ് ദാറ്റ് ആൻഡ് എക്സ്പ്ലോർ യുവർ സെൽഫ്. കാർഡ് നമ്പർ 1 സെലക്ട് ചെയ്ത ആൾക്കാർ നിങ്ങൾ കൂടുതൽ വർക്ക് ചെയ്യേണ്ട സമയമാണ്. അതുപോലെ തന്നെ നിങ്ങൾ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾ കൊടുത്തിട്ടുള്ള എഫേർട്ടിനൊക്കെ ആ ഒരു റിസൾട്ട് വരുന്ന സമയം കൂടിയാണ്. ഓക്കെ, യു ഹാവ് ടു ഫോക്കസ് മോർ ഓൺ യുവർ സെൽഫ് ബിക്കോസ് യു ആർ വെരി ഇൻറ്റ്യൂട്ടീവ്. അതുപോലെ തന്നെ ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ബാലൻസിങ്ങിലേക്ക് വരുന്ന ഒരു സമയം കൂടിയാണ്. ആരുടെങ്കിലും ഫിനാൻഷ്യൽ സപ്പോർട്ട് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു സമയം കൂടിയാണ്. ഓക്കെ, ഒരു എൽഡർ പേഴ്സൻ്റെ അല്ലെങ്കിൽ ആരെങ്കിലും നിങ്ങളുടെ ജോലി സംബന്ധമായിട്ടോ അല്ലെങ്കിൽ ആരെങ്കിലും നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരു സമയം കൂടിയാണ്. നിങ്ങൾ മേ ബി ഫിനാൻഷ്യലി ഒക്കെ ബാലൻസ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു സമയം കൂടിയായിരിക്കും. അല്ലെങ്കിൽ ലൈഫിൽ ഒന്ന് കൂടുതൽ കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യുന്ന സിറ്റുവേഷൻ ആയിരിക്കും. ഓക്കെ, റെസ്പോൺസിബിലിറ്റി ആയിരിക്കാം, റിലേഷൻഷിപ്പ് ആയിരിക്കാം, ഒരുപാട് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ കൂടിയാണ് കാർഡ് നമ്പർ 1 സെലക്ട് ചെയ്തിട്ടുള്ള ആൾക്കാർ. ഈ ഒരു സമയം, ഈ ഒരു വരുന്ന സമയം നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത് ഫാമിലിയുടെ കൂടെ നിങ്ങൾ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യുന്ന സമയമാണ്. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള പണം, ഓക്കെ, ഫാമിലിയുടെ കൂടെ സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ ആ ഒരു സന്തോഷം കൊണ്ടുവരുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ലൈഫിൽ വരാൻ പോവുകയാണ്. എസ്പെഷ്യലി ഫിനാൻസ്. ഓക്കെ, ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ, അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള മണി നിങ്ങൾക്ക് ലൈഫിൽ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള സപ്പോർട്ട്. ഓക്കെ, ആരുടെങ്കിലും ഒരു സഹായം, ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഒരു ഹെൽപ്പ് അല്ലെങ്കിൽ ഒരു സപ്പോർട്ടൊക്കെ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു സമയമാണ്. അതുപോലെ തന്നെ ഫാമിലി, നിങ്ങൾക്ക് എങ്ങോട്ടെങ്കിലുമൊക്കെ ട്രാവലൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഫാമിലിയൊക്കെ ആയിട്ട് ട്രാവലൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിലൊക്കെ പറ്റുള്ള സമയമാണ്. ഫാമിലി ആയിട്ട് നിങ്ങൾ മാരീഡൊക്കെ ആയിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ, അതെല്ലാം ഫാമിലിയൊക്കെ ആയിട്ട് ജീവിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ, വീട്ടിൽ ഫാമിലിയൊക്കെ ആയിട്ട് ജീവിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവരുടെ കൂടെ അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഒരു സമയം കൂടിയാണ്. കാരണം നിങ്ങൾക്ക് ആ ഒരു ഫിനാൻഷ്യൽ ആയിട്ടുള്ള ബാലൻസ് അല്ലെങ്കിൽ ആ ഒരു ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരികയാണ്. ഓക്കെ, ആ ഒരു ബ്ലെസ്സിങ്സ്, ഓക്കെ, ആ ഒരു ഫിനാൻഷ്യൽ ആയിട്ടുള്ള അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള മണി സപ്പോർട്ട് അല്ലെങ്കിൽ നിങ്ങൾ വെയിറ്റ് ചെയ്തിട്ടുള്ള കാര്യത്തിന് വേണ്ടിയിട്ടുള്ള ഒരു റിസൾട്ട് ഒക്കെ വരുന്നൊരു സമയം കൂടിയാണ്. അതുപോലെ തന്നെ ഒരുപാട് സ്നേഹം എക്സ്പീരിയൻസ് ചെയ്യുന്ന സമയമാണ്. സ്നേഹം എന്ന് പറയുന്നത് എസ്പെഷ്യലി നിങ്ങൾക്ക് ആ ഒരു റൊമാൻറ്റിക് ഫീലിംഗ് തോന്നിയിട്ടുള്ള വ്യക്തി, ഓക്കെ, നിങ്ങൾക്ക് ആ ഒരു സോൾ കണക്ഷൻ തോന്നിയിട്ടുള്ള വ്യക്തി ഓൾറെഡി നിങ്ങളുടെ ലൈഫിൽ അങ്ങനെ ഒരാളുണ്ടെന്നുണ്ടെങ്കിൽ ആ റിലേഷൻഷിപ്പ് ഒന്നുകൂടെ സ്ട്രോങ് ആവുകയാണ്. ഓക്കെ, സോ കാർഡ് നമ്പർ 1 സെലക്ട് ചെയ്ത ആൾക്കാർ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുള്ള കാര്യത്തിനെ പറ്റിയിട്ട് ആലോചിച്ചിട്ട് നിങ്ങൾ ഓവറായിട്ട് നെഗറ്റീവായിട്ട് ചിന്തിക്കരുത്, അല്ലെങ്കിൽ അതിൽ മാത്രം ഫോക്കസ്ഡ് ആയിട്ട് നിൽക്കരുത്. കാരണം നിങ്ങൾക്ക് വേറെ ബ്ലെസ്സിങ്സ് വരുന്നുണ്ട്. ഈവൻ റിലേഷൻഷിപ്പിലായാൽ പോലും നിങ്ങൾക്ക് നഷ്ടപ്പെട്ടുള്ള റിലേഷൻഷിപ്പിനെ പറ്റിയിട്ട് ഓർത്തിട്ട് നിങ്ങൾ ഒരുപാട് ടെൻഷൻ അടിക്കരുത്, അല്ലെങ്കിൽ അതിനെ പറ്റിയിട്ട് ആലോചിച്ചിരിക്കരുത്. കാരണം നിങ്ങൾക്ക് വരുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു റൈറ്റ് പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത് നിങ്ങൾ ബ്ലോക്ക് ചെയ്യാണ്. അങ്ങനെ ചെയ്യുമ്പം പ്ലീസ് ഡോണ്ട് ഡു ദാറ്റ്. കാരണം നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത് ആ ഒരു സോൾ കണക്ഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സോൾമേറ്റ് പോലത്തെ റിലേഷൻഷിപ്പാണ്. സോ ഡോണ്ട് ബ്ലോക്ക് ദാറ്റ്. ഓക്കെ, നഷ്ടപ്പെട്ടു പോയതിനെ പറ്റിയിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടാത്ത സ്നേഹത്തിനെ പറ്റിയിട്ട് ആലോചിച്ചിട്ട് നിങ്ങൾ ഓവറായിട്ട് ചിന്തിച്ചിട്ട് നിങ്ങൾക്ക് വരുന്ന കാര്യങ്ങൾ നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യാതിരിക്കുക. ട്രാവലൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അതിനൊക്കെ പറ്റിയിട്ടുള്ള സമയമാണ് കാർഡ് നമ്പർ 1. അതുപോലെ തന്നെ ഫാമിലിയുടെ കൂടെ, ഓക്കെ, ഫിനാൻഷ്യൽ ആയിട്ടുള്ള ബാലൻസിങ്ങിലേക്ക് വരുന്ന സമയമാണ്. ഇൻറ്റ്യൂട്ടീവ് ആയിട്ടുള്ള ആൾക്കാരാണ് നിങ്ങൾ. സോ യു ഹാവ് ടു എക്സ്പ്ലോർ യുവർ സെൽഫ്. ഓക്കെ, യു ഹാവ് ടു ആക്സെപ്റ്റ് യുവർ സെൽഫ് ആൻഡ് എക്സ്പ്ലോർ ആൻഡ് യു ഹാവ് ടു വർക്ക് ഓൺ യുവർ സെൽഫ്. സോ അതാണ് കാർഡ് നമ്പർ 1 സെലക്ട് ചെയ്ത ആൾക്കാർ നിങ്ങൾക്കുള്ള റീഡിംഗ്. സോ ലെറ്റ്സ് മൂവ് ടു കാർഡ് നമ്പർ 2 നൗ. ഹലോ ഗ്രൂപ്പ് നമ്പർ 2, എന്തൊക്കെ ബ്ലെസ്സിങ്സ് ആണ് നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്നത്?
കരിയർ, ഫിനാൻസ്, ലവ് ആൻഡ് റിലേഷൻഷിപ്പ്. ഓക്കെ, എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നത്? വരുന്ന ദിവസങ്ങളിൽ എന്തൊക്കെ ചേഞ്ചസ് ആണ്, എന്തൊക്കെ ബ്ലെസ്സിങ്സ് ആണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത്? കാർഡ് നമ്പർ 2 സെലക്ട് ചെയ്ത ആൾക്കാർ, കരിയർ, ഫിനാൻസ്, ലവ് ആൻഡ് റിലേഷൻഷിപ്പ്. വാട്ട് ബ്ലെസ്സിങ്സ് ആർ കമ്മിങ് ഫോർ യു? വാട്ട് ചേഞ്ചസ് ആർ കമ്മിങ്? വാട്ട് യു ഹാവ് ടു ടേക്ക് കെയർ ഓഫ് ഇറ്റ്? കാർഡ് നമ്പർ 2 സെലക്ട് ചെയ്ത ആൾക്കാർ, എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത്? What blessings are coming? കാർഡ് നമ്പർ 2 സെലക്ട് ചെയ്ത ആൾക്കാർ, നിങ്ങൾ എന്തെങ്കിലും കാര്യത്തിനൊക്കെ വെയിറ്റ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും. ഓക്കെ, ഒരു വെയിറ്റിംഗ് കാണുന്നുണ്ട്. മേ ബി ആർക്കെങ്കിലും വേണ്ടിയിട്ടായിരിക്കാം, അല്ലെങ്കിൽ ഫിനാൻസിന് വേണ്ടിയിട്ടായിരിക്കാം, അല്ലെങ്കിൽ ട്രാവലിങ്ങിന് വേണ്ടിയിട്ടായിരിക്കാം. ഓൾറൈറ്റ്, സോ ട്രാവലിംഗ് കാണുന്നുണ്ട്. ഓക്കെ, മേ ബി യു ഹാവ് ടു ട്രാവൽ സംവെയർ. ജോലി സംബന്ധമായിട്ടായിരിക്കാം ട്രാവൽ ചെയ്യേണ്ടി വരും. കാർഡ് നമ്പർ 2 സെലക്ട് ചെയ്ത ആൾക്കാർ, what blessings are coming for you? Coming for you. Career, finance, love and relationship. സോ കാർഡ് നമ്പർ 2 സെലക്ട് ചെയ്ത ആൾക്കാർ, ഓക്കെ, നിങ്ങളിപ്പം ട്രാവലൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ട്രാവലിങ്ങിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ട്രാവലൊക്കെ ചെയ്യേണ്ട ഒരു സമയം കൂടിയാണ് നിങ്ങൾക്ക്. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഫാമിലി ആയിട്ട് അല്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിയായിട്ട് അല്ലെങ്കിൽ നിങ്ങൾ റിലേഷൻഷിപ്പ് ഒന്നുകൂടെ സ്ട്രോങ് ആവുന്ന സിറ്റുവേഷനും കൂടിയാണ്. ഓക്കെ, നിങ്ങളിപ്പം ഓൾറെഡി റിലേഷൻഷിപ്പിലുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ, എസ്പെഷ്യലി മാരീഡ് ഒക്കെ ആയിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒന്നും കൂടെ സ്ട്രോങ് ആവുന്നതാണ് കാണുന്നത്. ഓക്കെ, നിങ്ങൾക്ക് നല്ല മൊമെന്റ്സ്, ഓക്കെ, ഫാമിലി ആയിട്ടുള്ള നല്ല മൊമെന്റ്സ് ഒക്കെ, അല്ലെങ്കിൽ ഫാമിലി ആയിട്ട് ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യാൻ സാധിക്കുന്ന ഒരു സമയം കൂടിയാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഓരോ കാര്യത്തിന്റെ സത്യാവസ്ഥ മനസ്സിലാവുന്ന ഒരു സിറ്റുവേഷൻ കൂടിയാണ്. ഓക്കെ, എന്താണ് റൈറ്റ്, നിങ്ങളുടെ ലൈഫിൽ റൈറ്റ് ആയിട്ടുള്ള കാര്യം അല്ലെങ്കിൽ റോങ് ആയിട്ടുള്ള കാര്യം, റോങ് ആയിട്ടുള്ള പീപ്പിൾ, റൈറ്റ് ആയിട്ടുള്ള പീപ്പിൾ, അതൊക്കെ നിങ്ങൾ മനസ്സിലാവുന്ന സമയം കൂടിയാണ്. കാരണം നിങ്ങൾ കുറച്ചുകൂടെ നിങ്ങളുടെ ഫോക്കസ്ഡ് ആവുന്ന ഒരു സമയം കൂടിയാണ്. ഓക്കെ, കാർഡ് നമ്പർ 2 സെലക്ട് ചെയ്ത ആൾക്കാർ, അതുപോലെ തന്നെ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ലൈഫിലേക്ക് ആഗ്രഹിക്കുന്ന ഒരു സമയം കൂടിയാണ്. ഓക്കെ, മേ ബി നിങ്ങൾ സിംഗിൾ ആയിട്ടുള്ള ആൾക്കാരായിരിക്കാം, അല്ലെങ്കിൽ റിലേഷൻഷിപ്പിനൊക്കെ വേണ്ടിയിട്ട് റെഡി ആയിട്ടുള്ള ആൾക്കാരായിരിക്കാം, മാരേജ് ഒക്കെ നോക്കുന്ന ആൾക്കാരായിരിക്കാം, അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ഒക്കെ നോക്കുന്ന ആൾക്കാരായിരിക്കാം. അതുപോലെ തന്നെ ജോലി, ഓക്കെ, എല്ലാം നിങ്ങൾ ആഗ്രഹിക്കുന്ന സമയമാണ്. ഓക്കെ, ജോലി ആയാലും റിലേഷൻഷിപ്പ് ആയാലും പണമായാലും ഒക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്ന സമയമാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടാവും, അല്ലെങ്കിൽ ഡ്രീംസ് ഉണ്ടാവും, ആഗ്രഹങ്ങൾ ഉണ്ടാവും. അതൊക്കെ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന സമയമായിരിക്കും. കോൺവെർസേഷൻ, ലവ്, റിലേഷൻഷിപ്പ് ഒക്കെ മാനിഫെസ്റ്റ് ചെയ്യുന്ന ഒരു സമയം കൂടിയാണ് നിങ്ങൾ. ഓൾറൈറ്റ്, കാർഡ് നമ്പർ 2 സെലക്ട് ചെയ്ത ആൾക്കാർ, സോ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു വിഷമം ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു ലോൺലിനെസ് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഒരു ലോൺലിനെസ്, മേ ബി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാരൊക്കെ അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയുടെ കൂടെയാണ്, സന്തോഷമുള്ള ആൾക്കാരൊക്കെ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും എന്തോ ഒരു കാര്യം നിങ്ങൾക്ക് വിഷമം ഉണ്ടാവും, അല്ലെങ്കിൽ ഈവൻ നിങ്ങളുടെ കൂടെ ആൾക്കാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് ആ ഒരു ലോൺലിനെസ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഒറ്റയ്ക്കാണെന്നുള്ളൊരു തോന്നൽ, അല്ലെങ്കിൽ ഓവറായിട്ട് ചിന്തിക്കുന്ന ഒരു സമയമാണിത്. സോ അല്ലെങ്കിൽ ഓവറായിട്ട് എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മൾ ഓവറായിട്ട് ജഡ്ജ് ചെയ്യുന്ന സമയം കൂടിയാണ്. അല്ലെങ്കിൽ നമുക്ക് എന്താണ് നമ്മളുടെ ലൈഫ്, അല്ലെങ്കിൽ നമ്മളുടെ ലൈഫൊക്കെ ഓവറായിട്ട് ജഡ്ജ് ചെയ്യുന്ന ഒരു സമയം കൂടിയാണ് നിങ്ങളുടേത്. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ഇതുവരെ കാര്യങ്ങൾ വന്നിട്ടുണ്ടാവില്ല. ഓക്കെ, ഫിനാൻസിലായാലും നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തി ആയിരിക്കാം, റിലേഷൻഷിപ്പ് ആയിരിക്കാം, ഫാമിലി ആയിരിക്കാം, അല്ലെങ്കിൽ ഈവൻ ഫാമിലിയിലൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യം, അല്ലെങ്കിൽ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന കാര്യം നിങ്ങളുടെ ലൈഫിലേക്ക് വന്നിട്ടുണ്ടാവില്ല. സോ അത് ആലോചിച്ചിട്ട് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഓവറായിട്ട് ജഡ്ജ് ചെയ്യുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. ഓക്കെ, പക്ഷേ ഈ ഒരു കറന്റ് സിറ്റുവേഷനിൽ, അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന സമയത്ത് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ, നിങ്ങൾക്ക് ഒരുപാട് സന്തോഷമുള്ള കാര്യങ്ങൾ, ഓക്കെ, എസ്പെഷ്യലി നിങ്ങൾക്ക് ഒരുപാട് സ്നേഹം എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു സമയമാണ് കാർഡ് നമ്പർ 2 സെലക്ട് ചെയ്ത ആൾക്കാർ. ഓക്കെ, കാരണം നിങ്ങൾ വളരെ ഇൻറ്റ്യൂട്ടീവ് ആയിട്ടുള്ള ആൾക്കാരാണ്. സോ യു നോ വാട്ട് ഈസ് റൈറ്റ് ആൻഡ് റോങ് ഇൻ യുവർ ലൈഫ്. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫ് മാറ്റാൻ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫ്, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾക്ക് ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ കഴിവുള്ള ആൾക്കാരാണ് നിങ്ങൾ. പക്ഷെ നിങ്ങൾ അങ്ങനെ യൂസ് ചെയ്യുന്നില്ല, നിങ്ങളുടെ ഒരു പവർ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സ്കില്ല് നിങ്ങൾ യൂസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്.
റിലേഷൻഷിപ്പിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു കമ്മിറ്റ്മെൻറ്റ്, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിയായിട്ടുള്ള ഒരു കമ്മിറ്റ്മെൻറ്റ്, അല്ലെങ്കിൽ അവരായിട്ട് തന്നെ നിങ്ങൾക്ക് ഒരു കമ്മിറ്റ്മെൻറ്റ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു കമ്മിറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ ആ ഒരു കമ്മിറ്റ്മെൻ്റ് ഒക്കെ തരുന്ന വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന ഒരു സമയം കൂടിയാണ് ഇത്. ഓക്കെ, സോ നിങ്ങൾക്ക് ഒരുപാട് ഇന്നർ പവർ ഉണ്ട്. ഓക്കെ, നിങ്ങൾ ലൈഫ് നിങ്ങൾ ആഗ്രഹിച്ച പോലെ, അല്ലെങ്കിൽ നിങ്ങളുടെ മൈൻഡ് അല്ലെങ്കിൽ നിങ്ങളുടെ സോൾ ഇസ് സോ പവർഫുൾ. പക്ഷെ നിങ്ങൾ അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം. കാരണം നിങ്ങൾ ഓവറായിട്ട് എന്തെങ്കിലുമൊക്കെ കാര്യത്തിൽ ചിന്തിച്ചിട്ട്, അല്ലെങ്കിൽ നിങ്ങൾ ഓവറായിട്ട് നിങ്ങളെ ജഡ്ജ് ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ ലൈഫ് ജഡ്ജ് ചെയ്യുന്ന സമയമാണ്. പ്ലീസ് ഡോണ്ട് ഡു ദാറ്റ്. നിങ്ങൾ വളരെ പവർഫുൾ ആയിട്ടുള്ള ആളാണ്. ഓക്കെ, നിങ്ങളുടെ സോൾ നിങ്ങൾക്ക് ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്താണ് നിങ്ങളുടെ ലൈഫിൽ എന്താണോ ആഗ്രഹിക്കുന്നത് അതൊക്കെ നിങ്ങളുടെ ലൈഫിൽ അട്രാക്ട് ചെയ്യാൻ അല്ലെങ്കിൽ നേടിയെടുക്കാൻ കഴിവുള്ള ആൾക്കാരാണ് നിങ്ങൾ. യു ആർ വെരി ഇൻറ്റ്യൂട്ടീവ് പേഴ്സൺ. പക്ഷേ നിങ്ങൾ ഓവറായിട്ട് ചിന്തിക്കുന്നുണ്ട്, ജഡ്ജ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ ലൈഫ്. സോ പ്ലീസ് ഡോണ്ട് ഡു ദാറ്റ്. ഓക്കെ, സോ നിങ്ങളുടെ ആ ഒരു സ്കിൽ അല്ലെങ്കിൽ ആ ഒരു എബിലിറ്റി നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യേണ്ട സമയമാണ്. ഓക്കെ, മാനിഫെസ്റ്റ് ഒക്കെ ചെയ്യേണ്ട സമയമാണ്, അല്ലെങ്കിൽ മാനിഫെസ്റ്റ് ചെയ്യുന്ന ഒരു സമയമാണ് ലൈഫിലേക്ക്. ഫിനാൻഷ്യൽ കോൺവെർസേഷൻ, ലവ്, റിലേഷൻഷിപ്പ്, ഓക്കെ, ആരുടെയെങ്കിലും ഫിസിക്കൽ പ്രസൻസ് ഒക്കെ ആഗ്രഹിക്കുന്ന ഒരു സമയം കൂടിയാണിത്. അതുപോലെ തന്നെ ട്രാവലിംഗ് ഉണ്ടാവും. ഓക്കെ, എങ്ങോട്ടെങ്കിലുമൊക്കെ ട്രാവൽ ചെയ്യേണ്ടി വരും ഈ ഒരു വരുന്ന സമയത്ത്. മാരേജിന് വേണ്ടി ആയിരിക്കാം, അല്ലെങ്കിൽ ആരെങ്കിലും മീറ്റ് ചെയ്യാനായിരിക്കാം. സോ ഫിനാൻഷ്യലായിട്ട് നിങ്ങൾ ഒരുപാട് ഇൻഡിപെൻഡൻ്റ് ആവുന്ന ഒരു സമയം കൂടിയാണ്. ഓക്കെ, ഫിനാൻഷ്യലായിട്ടുള്ള ഇൻഡിപെൻഡൻസ് ഉണ്ടാവുന്ന ഒരു സമയം കൂടിയാണ്. നിങ്ങൾ അങ്ങനെ ഒരു ഫിനാൻഷ്യൽ സ്ട്രഗിൾ നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വരുന്ന സമയം നിങ്ങൾക്ക് ആ ഒരു ബുദ്ധിമുട്ട് അറിയില്ല. ഓക്കെ, ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് ആ ഒരു കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയില്ല. അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട്, അല്ലെങ്കിൽ ആൾക്കാർ സക്സസ്ഫുൾ ആയിട്ട് പറയുന്ന എന്തെങ്കിലും കാര്യം നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നൊരു സമയം കൂടിയാണ്. അല്ലെങ്കിൽ ആൾക്കാർ നിങ്ങൾ സക്സസ്ഫുൾ ആണ്, അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ കാണുന്ന ഒരു സിറ്റുവേഷൻ വരുന്ന ഒരു സമയം കൂടിയാണ്. കാർഡ് നമ്പർ 2 സെലക്ട് ചെയ്ത ആൾക്കാർ. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അവരുടെ ഫിനാൻഷ്യൽ ആയിട്ടുള്ള ബുദ്ധിമുട്ട് നിങ്ങൾക്ക് വന്നിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ ഇതുവരെ നിങ്ങൾക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ആ ഒരു ഫിനാൻഷ്യൽ ആയിട്ടുള്ള ചേഞ്ചസ് വരുന്ന ഒരു സമയം കൂടിയാണ്. ഓക്കെ, സോ ഓൾ യു ഹാവ് ടു ഡു, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും പെയിൻഫുൾ ആയിട്ടുള്ള സിറ്റുവേഷന് മൂവ് ഓൺ ചെയ്യുന്ന ഒരു സമയം കൂടിയാണ്. അല്ലെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച കാര്യം, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ കാര്യങ്ങൾ വർക്ക് ആയിട്ടുണ്ടാവില്ല. സോ ആ ഒരു സിറ്റുവേഷനൊക്കെ മൂവ് ഓൺ ചെയ്യുന്ന ഒരു സമയമാണ്. പക്ഷെ മൂവ് ഓൺ ചെയ്യുമ്പോഴായാൽ പോലും നിങ്ങൾ ഇപ്പോഴും ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കും. ഓക്കെ, റിലേഷൻഷിപ്പ് ആയിരിക്കും, ഒരു സ്നേഹമായിരിക്കാം, നിങ്ങൾ ബ്രേക്കപ്പ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കാം. ആ ഒരു സിറ്റുവേഷന് നിങ്ങളായിട്ട് മൂവ് ഓൺ ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്ന് മറ്റാരെങ്കിലും മൂവ് ഓൺ ചെയ്തിട്ടുണ്ടാവും. പക്ഷെ നിങ്ങൾ ഇപ്പോഴും ആ ഒരു കാര്യത്തിൽ ഒബ്സസ്ഡ് ആണ്. ഓക്കെ, യു ആർ നോട്ട് ഏബിൾ ടു ലെറ്റ് ഗോ ഓഫ് ദാറ്റ് പാസ്റ്റ്. അല്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ എന്തോ ഒരു കാര്യത്തിന് ഒബ്സസ്ഡ് ആണ്. എസ്പെഷ്യലി ലവിൽ വരുമ്പം നിങ്ങൾ എന്തോ ഒരു കാര്യത്തിൽ ഒബ്സസ്ഡ് ആണ്. ഓക്കെ, മേ ബി നിങ്ങൾക്ക് നഷ്ടമായിട്ടുള്ള സ്നേഹമായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇനി കിട്ടാത്ത ഒരു സ്നേഹമായിരിക്കാം. ഓക്കെ, ആ വ്യക്തി വേറെ മാരീഡ് ആയി പോയിട്ടുണ്ടാവും, വേറെ റിലേഷൻഷിപ്പ് ആയിരിക്കാം. പക്ഷെ നിങ്ങൾ ഇപ്പോഴും ആ ഒരു സിറ്റുവേഷനിൽ ഒബ്സസ്ഡ് ആണ് എന്നുള്ളതാണ് കാണിക്കുന്നത്. സോ യു ഹാവ് ടു മൂവ് അവേ ഫ്രം ദാറ്റ് സിറ്റുവേഷൻ. ഓക്കെ, സോ ഓവറായിട്ട് ചിന്തിക്കരുത്, ഓവറായിട്ട് നിങ്ങൾ ലൈഫ് ജഡ്ജ് ചെയ്യരുത്. റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആയെന്ന് വിചാരിച്ചിട്ട്, അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ വർക്ക് ആവുന്നില്ല എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ഓവറായിട്ട് നിങ്ങളെ തന്നെ, നിങ്ങളുടെ ലൈഫ് തന്നെ നിങ്ങളെ ജഡ്ജ് ചെയ്യരുത്. ഓൾ റൈറ്റ്, കാർഡ് നമ്പർ 2 സെലക്ട് ചെയ്ത ആൾക്കാർ, വാട്ട് ആർ ദ ബ്ലെസ്സിങ്സ് ആർ കമ്മിങ് ഫോർ യു? നിങ്ങളുടെ മനസ്സ് പറയുന്നുണ്ടാവും എന്താണ് നിങ്ങളുടെ ലൈഫിൽ ശരി, എന്താണ് വേണ്ടാത്തതെന്നൊക്കെ നിങ്ങളുടെ മനസ്സ് നിങ്ങളത് പറയാൻ ശ്രമിക്കുമ്പോൾ നിങ്ങളത് മനസ്സിലാക്കണം. ഓൾറൈറ്റ്, സോ നിങ്ങൾക്ക് അങ്ങനെ ഒരു പെയിൻഫുൾ ആയിട്ടുള്ള പാസ്റ്റ് ഉണ്ടായിരിക്കാം, എസ്പെഷ്യലി നിങ്ങൾ ഒരുപാട് ഹേർട്ട് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കാം. പക്ഷെ നിങ്ങൾ ആ ഒരു സിറ്റുവേഷൻ ഓവർകം ചെയ്യാണ്. ഓക്കെ, നിങ്ങളുടെ ആ ഒരു നിങ്ങളുടെ ഒരു സ്ട്രെങ്ത് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു സമയമാണ്, അല്ലെങ്കിൽ ആ ഒരു പാസ്റ്റിൽ നിന്ന് നിങ്ങൾ സ്ട്രോങ് ആയിട്ട് തിരിച്ചു വരുന്ന ഒരു സിറ്റുവേഷനാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും വിഷമമുള്ള സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കാം ലൈഫിൽ, എസ്പെഷ്യലി റിലേഷൻഷിപ്പ്. ഓക്കെ, നിങ്ങൾ ആഗ്രഹിച്ച പോലെ കാര്യങ്ങൾ വന്നിട്ടുണ്ടാവില്ല, പക്ഷെ നിങ്ങൾ ആ ഒരു സിറ്റുവേഷൻ നിങ്ങൾ ഓവർകം ചെയ്യാണ്. ഓക്കെ, നിങ്ങൾ ആ ഒരു സിറ്റുവേഷൻ ഓവർകം ചെയ്യുന്നതാണ് കാണുന്നത്. സോ അതുപോലെ തന്നെ നിങ്ങളുടെ കൂടെയുള്ള ആൾക്കാർ, ഓക്കെ, നിങ്ങളുടെ കൂടെയുള്ള ആൾക്കാർ നിങ്ങളെ ഒരുപാട് നിങ്ങൾക്ക് അഡ്വൈസ് തരുന്നുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം, അല്ലെങ്കിൽ ഈവൻ നിങ്ങളുടെ അടുത്ത് ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ ലൈക്ക് വാനിഷ്ഡ് ആയ പോലെയാണ്, അല്ലെങ്കിൽ നിങ്ങളെ നിങ്ങൾ ആരെയും ശ്രദ്ധിക്കുന്നുണ്ടാവില്ല. ഓക്കെ, ആൾക്കാർ പറയുന്നത്, ഈവൻ നിങ്ങളുടെ കൂടെ ഒരുപാട് ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് ആ ഒരു ലോൺലിനെസ്, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഇരിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു സമയമായിരിക്കും, അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്ന സമയമായിരിക്കും എന്നല്ല, മേ ബി നിങ്ങൾ ഓവറായിട്ട് ചിന്തിച്ച് നിങ്ങൾ നിങ്ങളെ തന്നെ ഒറ്റയ്ക്കാക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് കാണുന്നത്. അങ്ങനെ ചെയ്യാതിരിക്കുക. ഓക്കെ, മറ്റുള്ള
ആൾക്കാർ നിങ്ങൾക്ക് ഉള്ള അഡ്വൈസ് ഒക്കെ തരാനുള്ള ഒരു സാധ്യതയുണ്ട്. പക്ഷെ നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ ലൈഫിൽ എന്താണ് റൈറ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ വേണ്ട കാര്യം നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. കാരണം നിങ്ങൾ വളരെ ഇൻറ്റ്യൂട്ടീവ് ആയിട്ടുള്ള ആൾക്കാരാണ്. സോ നിങ്ങൾക്ക് തന്നെ അറിയാം എന്താണ് നിങ്ങളുടെ ലൈഫിൽ വേണ്ടത്. യു ഡോണ്ട് നീഡ് എനിബഡീസ് അഡ്വൈസ് ഹിയർ. ഓക്കെ, സോ നിങ്ങൾ കുറച്ചുകൂടെ സ്ട്രോങ് ആവുന്നൊരു സിറ്റുവേഷനാണിത്. ഓക്കെ, നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ ആരുടെയെങ്കിലും കോൺവെർസേഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിങ്ങൾ ആരുടെയെങ്കിലും ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട്, ഓക്കെ, ആരെങ്കിലും നിങ്ങളുടെ അടുത്ത് സംസാരിക്കാൻ വേണ്ടിയിട്ട്, മേ ബി നിങ്ങളെ ഹേർട്ട് ചെയ്തിട്ടുള്ള ആൾക്കാരായിരിക്കാം. സോ ആ വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വന്നിട്ട് റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ടായിരിക്കില്ല, മേ ബി യു വോണ്ട് ടു ടോക്ക് ടു ദാറ്റ് പേഴ്സൺ. ഓക്കെ, ക്ലാരിറ്റി വേണം. യു ആർ റെഡി ടു ടോക്ക് ടു ദാറ്റ് പേഴ്സൺ. യു ആർ വെയിറ്റിംഗ് ഫോർ സംബഡി ടു ടോക്ക്. വളരെ കോൺഫിഡൻ്റ് ആയിട്ട് നമ്മൾ ലൈക്ക് മേ ബി നിങ്ങളുടെ അടുത്ത് എന്തെങ്കിലുമൊക്കെ ശരി ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലും ഹേർട്ട് ചെയ്തിട്ടുണ്ടാവും. ആ ഹേർട്ട് ചെയ്തിട്ടുള്ള കാര്യമായിരിക്കാം, ആ ഒരു വ്യക്തിയായിരിക്കാം. യു വോണ്ട് ടു ടോക്ക് ടു ദാറ്റ് പേഴ്സൺ. ഓക്കെ, സോ മേ ബി നിങ്ങൾ കോൺവെർസേഷനൊക്കെ വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ലൈഫിൽ സഡൻ ആയിട്ട് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കോൺവെർസേഷൻ അല്ലെങ്കിൽ ആരുടെയെങ്കിലും പ്രസൻസ് ഒക്കെ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാവുന്നതാണ്. കാരണം നമ്പർ 2 സെലക്ട് ചെയ്ത ആൾക്കാർ. ഓക്കെ, നിങ്ങൾ ഓവറായിട്ട് നിങ്ങളുടെ ലൈഫ് അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻ ജഡ്ജ് ചെയ്യാതിരിക്കുക. കാരണം ഇതല്ല നിങ്ങളുടെ ആ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത്. ഓൾറൈറ്റ്, സോ മേ ബി നിങ്ങൾ ആരുടെയെങ്കിലുമൊക്കെ മെസ്സേജ് ഒക്കെ വെയിറ്റ് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ സംബഡി വോണ്ട് ടു ടെക്സ്റ്റ് യു, മെസ്സേജ് യു, കോൾ യു, സംബഡി വോണ്ട് ടു കം ഇൻ ടു യുവർ ലൈഫ്. ഓക്കെ, സോ നിങ്ങളുടെ പാസ്റ്റ് എന്നുള്ള ആരെങ്കിലും ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ആരുടെയെങ്കിലും മെസ്സേജ് ഒക്കെ വെയിറ്റ് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ സോ ആരുടെയെങ്കിലും ഒരു കോൺവെർസേഷൻ, ഓക്കെ, ആരെങ്കിലും നിങ്ങളെ മെസ്സേജ് ചെയ്യും, കോൾ ചെയ്യും, especially message. Okay, you can expect unexpected message from somebody. So ആരോ നിങ്ങളടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. സോ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കോൾ മെസ്സേജ് ഒക്കെ നിങ്ങൾക്ക് വരുന്ന ഒരു സമയമാണ്. ഓക്കെ, മേ ബി സംബഡി ഫ്രം യുവർ പാസ്റ്റ്, നിങ്ങളുടെ പാസ്റ്റ് എന്നുള്ള ആരെങ്കിലും ആയിരിക്കാം. മേ ബി ആ പേഴ്സണ് നിങ്ങളായിട്ട് റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന ആളായിരിക്കാം. ഓക്കെ, സോ ആ പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് അവർ തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നുണ്ട്. ബിക്കോസ് ദേ ആർ നോട്ട് ഏബിൾ ടു ലെറ്റ് ഗോ ഓഫ് ദിസ്. ഓക്കെ, അവർക്ക് ആ ഒരു കണക്ഷൻ അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷൻ അവർക്ക് വിട്ടുപോകാൻ പറ്റുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ അവർക്ക് നിങ്ങളോട് എന്തെങ്കിലും അഡിക്ഷൻ ആണ്. ഓക്കെ, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിനോട് അല്ലെങ്കിൽ അവർക്ക് ഈ ഒരു സിറ്റുവേഷൻ ഓവർകം ചെയ്യാൻ പറ്റുന്നില്ല. മേ ബി നിങ്ങളുടെ പാസ്റ്റിൽ അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ യു ക്യാൻ എക്സ്പെക്ട് സംബഡീസ് മെസ്സേജ്. ഓക്കെ, ആരെങ്കിലും നിങ്ങളുടെ മെസ്സേജ് അയക്കും, കോൾ ചെയ്യും, അല്ലെങ്കിൽ ആരെങ്കിലും നിങ്ങൾ നേരിട്ടിട്ട് കാണാൻ വരാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. എസ്പെഷ്യലി മെസ്സേജ് കോൺടാക്ട് ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണ്. ഓക്കെ, ഇനി നിങ്ങൾക്ക് അങ്ങനെ പാസ്റ്റിൽ വേറെ ആരും ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് ന്യൂ പേഴ്സൺ ആണ്. ഓക്കെ, നിങ്ങളുടെ ലൈഫിലേക്ക് അല്ലെങ്കിൽ ആർക്കോ നിങ്ങളുടെ അടുത്ത് റൊമാൻറ്റിക്കലി അല്ലെങ്കിൽ ആ ഒരു ഫീലിങ്സ്, ആർക്കോ നിങ്ങളുടെ അടുത്ത് ഒരു ഫീലിങ്സ് ഉണ്ട്, ദേ വോണ്ട് ടു എക്സ്പ്രസ് ദാറ്റ് ഫീലിംഗ്. ഓക്കെ, കാരണം നമ്പർ 2 സെലക്ട് ചെയ്ത ആൾക്കാർ, കുറച്ച് ആൾക്കാർക്ക് ഇത് നിങ്ങളുടെ പാസ്റ്റ് എന്നുള്ള വ്യക്തിയാണ്, അവർക്ക് നിങ്ങളുടെ അടുത്ത് എക്സ്പ്രസ് ചെയ്യണം, ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യണം. ഓക്കെ, നിങ്ങളും അതുപോലെ കോൺവെർസേഷന് വേണ്ടിയിട്ട് റെഡിയാണ്. ഓക്കെ, നിങ്ങളെ ഹേർട്ട് ചെയ്തിട്ടുള്ള ആളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളെ കോൾഡിലിട്ട് പോയിട്ടുള്ള ആൾക്കാരായിരിക്കും. ഓക്കെ, നിങ്ങളെ വേണ്ട രീതിയിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ട ക്ലാരിഫിക്കേഷൻ ഒന്നും ഇല്ലാണ്ട് പോയിട്ടുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കും. മേ ബി യു ആർ വെയിറ്റിംഗ് ഫോർ ദാറ്റ് പേഴ്സൺ ടു ടോക്ക്. ഓക്കെ, യു വോണ്ട് ടു ടോക്ക് ആൻഡ് യു നീഡ് ദാറ്റ് ക്ലാരിറ്റി. സോ അതിനൊക്കെ വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ഒരു സമയമാണ്. ഫിനാൻഷ്യലി നിങ്ങൾക്ക് ഒരുപാട് ഈവൻ ഫിനാൻഷ്യലായിട്ടുള്ള സക്സസ് ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും നിങ്ങളതൊരു വലിയൊരു സന്തോഷമായിട്ട് കാണുന്നില്ല. ഓക്കെ, നിങ്ങൾക്ക് ആ ഒരു ഫിനാൻഷ്യലായിട്ടുള്ള സക്സസ് വരുന്ന മേ ബി നിങ്ങൾക്ക് അങ്ങനത്തെ ഫിനാൻഷ്യൽ സ്ട്രഗിൾ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഫിനാൻഷ്യലി സക്സസ്ഫുൾ ഇനി നിങ്ങൾക്ക് അങ്ങനെയല്ല, നിങ്ങളുടെ സിറ്റുവേഷൻ അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു ഫിനാൻഷ്യലായിട്ടുള്ള സക്സസ്സിലേക്ക് മൂവ് ചെയ്യുന്ന ഒരു സമയം കൂടിയാണ്. ഓക്കെ, ഒരു പ്രോസസ്സാണ് നിങ്ങളുടെ ആ ഒരു ഫിനാൻഷ്യലായിട്ടുള്ള സ്റ്റെബിലിറ്റി, അല്ലെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് ബിസിനസ്സൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഫിനാൻഷ്യലായിട്ടുള്ള സ്റ്റെബിലിറ്റി ഒക്കെ വരുന്നൊരു സമയം കൂടിയാണ്. ഓക്കെ, സോ ആ ഒരു പ്രോസസ്സാണ്. സോ ഒരു സഡൻ അല്ല, നിങ്ങൾക്കൊരു ക്യാഷ് അല്ലെങ്കിൽ ഫിനാൻഷ്യലായിട്ടുള്ള ചേഞ്ച് ഒക്കെ വെയിറ്റ് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ലൈഫ് ലോങ് അല്ലെങ്കിൽ ആ ഒരു പെർമനൻ്റ് ആയിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വരുന്നതിനുള്ള ഒരു പ്രോസസ്സും കൂടിയാണ്. സോ ഒരുപാട് ബ്ലെസ്സിങ്സ് ഉണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ഒരു ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യത്തിൽ ഒരുപാട് ചേഞ്ചസ്, മാറ്റം നിങ്ങളുടെ ലൈഫിൽ വരുന്നുണ്ട്. ആളുകൾ നിങ്ങളെ ഫിനാൻഷ്യലി സക്സസ്ഫുൾ ആണെന്ന് പറയേണ്ട ആൾക്കാരാണ്, അല്ലെങ്കിൽ ആളുകൾ നിങ്ങൾ എന്തെങ്കിലും സ്വന്തമായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നിങ്ങൾ വെൽത്തിയാണ്, അല്ലെങ്കിൽ നിങ്ങൾ വെൽത്തിയാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഫിനാൻഷ്യലായിട്ട് റിച്ച് ആണ്, അല്ലെങ്കിൽ വെൽത്തി ആണെന്നൊക്കെ ആളുകൾ നിങ്ങളെ അങ്ങനെ കാണുന്ന ആൾക്കാരാണ്. സോ ഈ ഒരു കറന്റ് സിറ്റുവേഷൻ അങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫ് അങ്ങനെ മാറാൻ പോവാണ്. ഓക്കെ, നിങ്ങളുടെ ഫിനാൻഷ്യൽ ആയിട്ടുള്ള ലൈഫ് എൻറ്റയർലി ചേഞ്ച് ആവാൻ പോവാണ്. സോ
നിങ്ങൾ മേ ബി ആ ഒരു പ്രോസസ്സിലായിരിക്കും, മേ ബി ആ ഒരു ഫിനാൻഷ്യലായിട്ടുള്ള ചേഞ്ചസിലേക്കുള്ള ഒരു പ്രോസസ്സിലായിരിക്കും. സോ നിങ്ങൾക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള മണി അല്ലെങ്കിൽ ആ ഒരു ഫിനാൻഷ്യലായിട്ടുള്ള കാര്യം, ഓക്കെ, നിങ്ങൾക്ക് അങ്ങനെ ഒരു ഫിനാൻഷ്യലി ബുദ്ധിമുട്ടൊന്നും നിങ്ങൾക്ക് ആ ഒരു ഫിനാൻഷ്യലി ബുദ്ധിമുട്ടൊന്നും വരാത്തൊരു സമയം കൂടിയാണ്. അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഒരു ഫിനാൻഷ്യൽ സക്സസ്ഫുൾ ആയിട്ടുള്ള ലൈഫിലേക്കുള്ള ഒരു ജേർണിയിലാണ്, അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സിലാണ്. സോ ഒരുപാട് ബ്ലെസ്സിങ്സ്, ഒരുപാട് ചേഞ്ച് നിങ്ങളുടെ ലൈഫിൽ വരുന്നുണ്ട് ഫിനാൻഷ്യലായിട്ട്, ഓക്കെ, അല്ലെങ്കിൽ ഫിനാൻസിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് മാറ്റം വരുന്നുണ്ട്. സോ അതാണ് കാർഡ് നമ്പർ 2 സെലക്ട് ചെയ്ത ആൾക്കാർ നിങ്ങൾക്കുള്ള റീഡിംഗ്. സോ ലെറ്റ്സ് മൂവ് ടു കാർഡ് നമ്പർ 3 നൗ. ഹലോ ഗ്രൂപ്പ് നമ്പർ 3, എന്തൊക്കെ ബ്ലെസ്സിങ്സ് ആണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത്? കരിയർ, ഫിനാൻസ്, ലവ് ആൻഡ് റിലേഷൻഷിപ്പ്. ഗ്രൂപ്പ് നമ്പർ 3 സെലക്ട് ചെയ്ത ആൾക്കാർ, what blessings are coming? Blessings are coming for you. Card number 3. Card number 3 സെലക്ട് ചെയ്ത ആൾക്കാർ, മേ ബി യു ആർ ട്രൈങ് ടു പ്രൊട്ടക്ട് ഫ്രം അതേഴ്സ്, ഓക്കെ, നിങ്ങൾ നിങ്ങളെ തന്നെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ആണ്, അല്ലെങ്കിൽ യൂണിവേഴ്സ് ഇസ് ട്രൈങ് ടു പ്രൊട്ടക്ട് യു, ഓക്കെ. ഒരു ഡിവൈൻ പ്രൊട്ടക്ഷൻ നിങ്ങൾക്ക് ഉണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇടയിലുള്ള ആൾക്കാർ, ഓക്കെ, നിങ്ങൾക്ക് ചുറ്റുള്ള ആൾക്കാരുടെ അടുത്ത് നിന്ന് നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുകയാണ്, ഓക്കെ. നിങ്ങളായിട്ട് നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുന്നതായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ ഏഞ്ചൽ, അല്ലെങ്കിൽ നിങ്ങളുടെ യൂണിവേഴ്സ്, അല്ലെങ്കിൽ ആ ഒരു ഡിവൈൻ പ്രൊട്ടക്ഷൻ നിങ്ങൾക്ക് എന്തോ കാര്യത്തിലുണ്ടാവും. എസ്പെഷ്യലി ലേഡി, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളെ യൂസ് ചെയ്യുന്ന ആൾക്കാർ, നിങ്ങൾക്ക് ആ ഒരു നെഗറ്റീവ് എനർജി, അല്ലെങ്കിൽ ആ ഒരു നിങ്ങളെ ഹെൽപ്പ് ചെയ്യാത്ത കാര്യത്തിൽ നിന്നൊക്കെ നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാണ്, അല്ലെങ്കിൽ നിങ്ങളെ യൂസ് ചെയ്യുന്ന കാര്യത്തിൽ നിന്നൊക്കെ നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാണ്. മേ ബി നിങ്ങളായിട്ട് നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുന്നതായിരിക്കാം, അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ആയിരിക്കാം, ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കും, ടോക്സിക് ആയിട്ടുള്ള പേഴ്സൺ ആയിരിക്കും നിങ്ങളുടെ ലൈഫിൽ. സോ അതിനൊക്കെ നിങ്ങളായിട്ട് നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു സമയം കൂടിയാണ്. അതുപോലെ തന്നെ ഒരു ഡിവൈൻ പ്രൊട്ടക്ഷൻ നിങ്ങൾക്ക് ഉണ്ടാവാം, ഓക്കെ. മേ ബി നിങ്ങൾ ആൾക്കാരിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറി നിൽക്കുന്ന ഒരു സമയം കൂടിയായിരിക്കും, ഓക്കെ. നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ളൊരു വേൾഡിലേക്ക്, അല്ലെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ളൊരു ഇതിലേക്ക് ചുരുങ്ങുന്ന ഒരു സമയം കൂടിയായിരിക്കാം. വാട്ട് ബ്ലെസ്സിങ്സ് ആർ കമ്മിങ് ഫോർ യു? സോ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള, നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ജോലിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും കോൺവെർസേഷൻ, ജോലി സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും കോൺവെർസേഷനൊക്കെ വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ, ജോലിക്ക് വേണ്ടിയിട്ട് ആരുടെങ്കിലും ഒരു അപ്രൂവലിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആരുടെങ്കിലും ഒരു കൺഫർമേഷനൊക്കെ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് സഡൻ ആയിട്ടുള്ള എന്തെങ്കിലും ആൻസർ, അല്ലെങ്കിൽ സഡൻ ആയിട്ടുള്ള എന്തെങ്കിലും കൺഫർമേഷൻ, കോൺവെർസേഷനൊക്കെ ജോലി സംബന്ധമായിട്ട്, എസ്പെഷ്യലി ജോലി സംബന്ധമായിട്ട് നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾ ആരുടെങ്കിലുമൊക്കെ കോൺവെർസേഷനൊക്കെ വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ, സഡൻ ആയിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു കോൺവെർസേഷൻ, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ഒരു കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നൊരു സമയം കൂടിയാണ്, ഓക്കെ. എസ്പെഷ്യലി നിങ്ങൾ ജോലിക്കൊക്കെ ശ്രമിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ, ഒരുപാട് ആൾക്കാർ ശ്രമിക്കുന്ന കാര്യമായിരിക്കും, ഓക്കെ. നിങ്ങൾ ഒരുപാട് കോമ്പറ്റീഷനുള്ള ഫീൽഡായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ ശ്രമിക്കുന്ന കാര്യം ഒരുപാട് ആൾക്കാർ, അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു ശ്രമിക്കുന്ന ഒരു ജോലി ആയിരിക്കും, അല്ലെങ്കിൽ ആ ഒരു കാര്യം മറ്റാൾക്കാരും ആഗ്രഹിക്കുന്നതാണ്, ഓക്കെ. ആ ഒരു കോമ്പറ്റീഷൻ ഉള്ളൊരു ഫീൽഡാണ്, അല്ലെങ്കിൽ കോമ്പറ്റീഷൻ ഉള്ള ഒരു കാര്യമാണ് നിങ്ങൾ ശ്രമിക്കുന്നത്. പക്ഷെ ആ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഒരു സഡൻ ആയിട്ടുള്ള എന്തെങ്കിലും കോൺവെർസേഷൻ ഓഫർ, ജോലി ഓഫർ ആയിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ആരുടെയെങ്കിലുമൊക്കെ കോൺവെർസേഷനൊക്കെ വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ, കോൺവെർസേഷനൊക്കെ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു സമയം കൂടിയാണ്. കാർഡ് നമ്പർ 3, money and career. That will help me with the right message for card number 3. സോ നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് സെലിബ്രേറ്റ് ചെയ്യേണ്ട ഒരു സമയം കൂടിയാണ്, ഓക്കെ. ജോലി ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വ്യക്തി ആയിരിക്കാം. നിങ്ങളിപ്പം മേ ബി നിങ്ങൾക്ക് അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിട്ട് ആ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ട് മൂവ് ചെയ്തിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ, റീയൂണിയൻ, ഓക്കെ. നിങ്ങളെ റിലേഷൻഷിപ്പിലെ ഒരു റീയൂണിയൻ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വ്യക്തിയൊക്കെ ആയിട്ട് നിങ്ങൾക്ക് വീണ്ടും റിലേഷൻഷിപ്പിലേക്ക് പോകുന്ന ഒരു സമയം കൂടിയാണ്, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള നല്ല കാര്യങ്ങളൊക്കെ സംഭവിക്കുന്ന ഒരു സമയം കൂടിയാണ്, ഓക്കെ. സോ ഒരു റീയൂണിയൻ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തി ആയിട്ടൊക്കെ സംസാരിക്കാൻ പറ്റുന്ന ഒരു സമയം കൂടിയാണ്.
അതുപോലെ തന്നെ നിങ്ങളുടെ സ്നേഹം കൊണ്ട് പലതും മാറ്റുന്ന ഒരു സംഭവം, ഒരു സമയം കൂടിയാണ്. ഓക്കെ, നിങ്ങളുടെ സ്നേഹം കൊണ്ട്. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് സെൽഫ് ലവ് ഒക്കെ ചെയ്യുന്ന സമയമാണ്, അല്ലെങ്കിൽ സെൽഫ് ലവ് എക്സ്പീരിയൻസ് ചെയ്യുന്ന സമയമാണ്. സോ നിങ്ങൾക്ക് അങ്ങനെ ഒരു നിങ്ങളുടെ ഉള്ളിൽ തന്നെ ആ ഒരു ലവ് എനർജി ക്രിയേറ്റ് ചെയ്യാണ്. ഓക്കെ, സോ ദാറ്റ് ഇസ് ദ റീസൺ മേ ബി ആ ഒരു ആൾക്കാരൊക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ട് കാണുന്നത്. മേ ബി യു ആർ ക്രിയേറ്റിംഗ് ദാറ്റ് എനർജി വിത്തിൻ യു ആൻഡ് ദാറ്റ് ഇസ് വൈ പീപ്പിൾ ആർ അട്രാക്ടിങ് ടു യു. സോ ദാറ്റ്സ് എ ഗുഡ് സൈൻ. ഓക്കെ, സോ ആ ഒരു നിങ്ങളുടെ ഒരു സെൽഫ് ലവ് ആയിരിക്കാം, ആ ഒരു എനർജി നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നത് നല്ല കാര്യമാണ്. സോ ഐ ക്യാൻ ഫീൽ ദാറ്റ് എനർജി. അതുപോലെ തന്നെ നിങ്ങൾ ആരെങ്കിലും ലൈക്ക് നിങ്ങളുടെ എസ്പെഷ്യലി റിലേഷൻഷിപ്പിലൊക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് ആരെങ്കിലും തിരിച്ചു വരികയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും, അല്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലും ചീറ്റ് ചെയ്യാണ്ട് നോക്കണം, അല്ലെങ്കിൽ നിങ്ങളെ അടുത്ത് നിന്ന് എന്തെങ്കിലും ഹൈഡോ അല്ലെങ്കിൽ സീക്രറ്റ് ആയിട്ട് വെക്കുന്നതോ ഒക്കെ കാണുന്നുണ്ട്. സോ യു ഷുഡ് ബി കെയർഫുൾ വിത്ത് ദോസ് പീപ്പിൾ. ലൈഫിൽ ആരെങ്കിലും ഉണ്ടാവുന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരുന്ന ആരെങ്കിലും. ഓക്കെ, സോ ബി കെയർഫുൾ വിത്ത് ദാറ്റ് പേഴ്സൺ. എസ്പെഷ്യലി റിലേഷൻഷിപ്പിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളായിട്ട് റിലേഷൻഷിപ്പുള്ള ആൾക്കാരൊക്കെ മേ ബി ഒരു തേർഡ് പാർട്ടി ഉണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങളായിട്ട് റിലേഷൻഷിപ്പുള്ള ആൾക്കാരായിരിക്കും. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരുന്ന ആളൊക്കെ പാസ്റ്റിൽ നിന്ന് നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരുന്ന ആളുടെ ലൈഫിൽ വേറൊരു വ്യക്തിയും കൂടെ ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ അവരത് സീക്രറ്റ് ആയിട്ട് വെക്കുന്നുണ്ടാവും. അവർക്ക് ഉണ്ടാവുന്ന വേറൊരു റിലേഷൻഷിപ്പ് അവർ സീക്രറ്റ് ആയിട്ട് വെച്ചിട്ടായിരിക്കും നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത്. സോ എസ്പെഷ്യലി കോൺവെർസേഷനിൽ ആൾക്കാർ നിങ്ങളുടെ അടുത്ത് പറയുന്ന ഈ വരുന്ന കുറച്ച് സമയം ആളുകൾ നിങ്ങളുടെ അടുത്ത് പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ മാത്രം നിങ്ങളെ ട്രസ്റ്റ് ചെയ്യുക. അത് എന്ത് റിലേഷൻഷിപ്പ് ആയാലും ജോലിയുടെ കാര്യത്തിലായാലും ആളുകൾ നിങ്ങളുടെ അടുത്ത് പറയുന്ന കാര്യങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ബ്ലൈൻഡ്ലി ട്രസ്റ്റ് ചെയ്യാതിരിക്കുക. ഓക്കെ, എസ്പെഷ്യലി അവർ പറയുന്ന വാക്കുകൾ, അവർ നിങ്ങളുടെ അടുത്ത് പറയുന്ന കാര്യങ്ങൾ, യു ഷുഡ് നോട്ട് ട്രസ്റ്റ് ദം. ഓക്കെ, യു ഷുഡ് നോട്ട് ട്രസ്റ്റ് പീപ്പിൾ ബ്ലൈൻഡ്ലി. നിങ്ങൾക്ക് ആ ഒരു ഉറപ്പില്ലാണ്ട് നിങ്ങൾ ഒരു ട്രസ്റ്റ് ചെയ്യരുത്. എസ്പെഷ്യലി കാരണം നിങ്ങളുടെ അടുത്ത ആൾക്കാർ അത് സീക്രറ്റ് ആയിട്ട് വെക്കാനുള്ളത്, ഹൈഡ് ചെയ്ത് വെക്കാനുള്ളത്, ചീറ്റൊക്കെ ചെയ്യാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. എസ്പെഷ്യലി റിലേഷൻഷിപ്പിലേക്കൊക്കെ വരുമ്പം നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരുന്ന ആരെങ്കിലും. ഓക്കെ, മേ ബി നിങ്ങളൊരു തേർഡ് പാർട്ടി, അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ വേറെ അവർ സീക്രട്ടായിട്ട് വേറെ ആരുടെയെങ്കിലുമൊക്കെ സംസാരിക്കുന്നുണ്ടാവാം, അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. എല്ലാവരുടെ കാര്യമല്ല, കാരണം 3 സെലക്ട് ചെയ്ത് ഇപ്പം നിങ്ങൾക്ക് അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ യു നോ ദാറ്റ് റൈറ്റ്, നിങ്ങൾക്കറിയാം എന്താ കാര്യം എന്നുള്ളത്. സോ നിങ്ങൾക്കറിയാം എന്താ കാര്യം എന്നുള്ളത് നിങ്ങൾക്കറിയാം. സോ അങ്ങനെ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ബി വെരി കെയർഫുൾ വിത്ത് ദാറ്റ് റിലേഷൻഷിപ്പ് ആയിരിക്കാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വ്യക്തി ആയിരിക്കും. ഓക്കെ, നിങ്ങളുടെ പാസ്റ്റിൽ നിന്ന് വരുന്ന ആരെങ്കിലും ആയിരിക്കാം. സോ ബി വെരി കെയർഫുൾ വിത്ത് ദാറ്റ്. സോ നിങ്ങൾ ഒരുപാട് ഹേർട്ട് ചെയ്തിട്ടില്ലായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു തേർഡ് പാർട്ടിയിലിട്ടുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കും. ഓക്കെ, ബി കെയർഫുൾ വിത്ത് ദാറ്റ്. സോ നിങ്ങൾക്കറിയാം അതെന്താ, ആ ഒരു സിറ്റുവേഷൻ എന്താണെന്ന് നിങ്ങൾക്കറിയാം. അത് റിലേഷൻഷിപ്പ് ആയിരിക്കും, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യമായിരിക്കും. സോ നിങ്ങളുടെ ലൈഫായിട്ട് റെസിനേറ്റ് ചെയ്യുന്ന കാര്യം നിങ്ങൾ എടുക്കാം. ഓൾറൈറ്റ്, സോ വേറെ എന്തൊക്കെ ബ്ലെസ്സിങ്സ് ആണ്, വേറെ എന്തൊക്കെ കാര്യങ്ങളാണ്, ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ, ജോബ്, ലവ് ആൻഡ് റിലേഷൻഷിപ്പ്. ദാറ്റ് വിൽ ഹെൽപ്പ് മീ വിത്ത് ദ റൈറ്റ് മെസ്സേജ് ഫോർ കാർഡ് നമ്പർ 3. സോ മേ ബി നിങ്ങൾ ആരെങ്കിലുമൊക്കെ വെയിറ്റ് ചെയ്യുന്ന ഒരു സമയം കൂടി ആയിരിക്കും. ഓക്കെ, കോൺവെർസേഷന് വേണ്ടിയിട്ട് നിങ്ങൾ ആരുടെയെങ്കിലും ഒരു ഫിസിക്കൽ പ്രസൻസ് ഒക്കെ മിസ് ചെയ്യുന്ന സമയമാണ്. എസ്പെഷ്യലി നിങ്ങളായിട്ട് ബ്രേക്കപ്പ് ആയിട്ടുള്ള ആൾക്കാർ. ബ്രേക്കപ്പ് ആവാനുള്ള റീസൺ മേ ബി അവരുടെ ലൈഫിൽ വേറെ ആരെങ്കിലും ഉണ്ടായിട്ടുണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങളെടുത്ത് അവരെന്തെങ്കിലും ഹൈഡോ സീക്രറ്റ് ആയിട്ട് വെക്കുകയോ നിങ്ങൾ ചീറ്റ് ചെയ്യുകയോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കാം ആ ഒരു റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആയിട്ടുണ്ടാവുക. സോ ബട്ട് യു ആർ സ്റ്റിൽ വെയിറ്റിംഗ് ഫോർ ദാറ്റ് പേഴ്സൺ, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ആ ഒരു ആൾക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനാണ് കാണുന്നത്. മേ ബി യു വോണ്ട് ടു ടോക്ക് ടു ദാറ്റ് പേഴ്സൺ. നിങ്ങൾക്ക് ആ ഒരു ഫിസിക്കൽ അവരുടെ ഒരു ഫിസിക്കൽ പ്രസൻസ് നിങ്ങൾക്ക് മിസ് ചെയ്യുന്ന ഒരു സമയം കൂടിയാണ്. ഓക്കെ, സോ കാരണം നിങ്ങൾ ആ ഒരു സിറ്റുവേഷൻ, നിങ്ങൾക്ക് അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ യു ആർ നോട്ട് ഏബിൾ ടു ലെറ്റ് ഗോ ഓഫ് ദാറ്റ് റിലേഷൻഷിപ്പ്. ഓക്കെ, നിങ്ങൾക്ക് മൂവ് ഓൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ ആ ഒരു സിറ്റുവേഷനിൽ സ്റ്റക്കാണ്. എസ്പെഷ്യലി ആ ഒരു വ്യക്തിയിൽ സ്റ്റക്കാണ്, അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിൽ നിങ്ങൾ സ്റ്റക്കാണ്. റിലേഷൻഷിപ്പ് അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ സ്റ്റക്കായിട്ട് ഉള്ളൊരു സിറ്റുവേഷൻ ഉണ്ട്. യു ആർ നോട്ട് ഏബിൾ ടു മൂവ് ഫ്രം ദാറ്റ് സിറ്റുവേഷൻ. ഓക്കെ, എസ്പെഷ്യലി പേഴ്സൺ. ഓക്കെ, നിങ്ങൾ ആ ഒരു സിറ്റുവേഷനിൽ സ്റ്റക്കാണ്. മേ ബി നിങ്ങൾക്ക് മൂവ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടാവും, പക്ഷേ നിങ്ങൾക്ക് ആ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് മൂവ് ഓൺ ചെയ്യാൻ പറ്റുന്നില്ല. കാരണം നിങ്ങൾ ഇമോഷണലി അല്ലെങ്കിൽ
അവരുടെ അടുത്തുള്ള ഒരു ഫിസിക്കൽ അട്രാക്ഷൻ ആയിരിക്കാം. സോ യു ആർ നോട്ട് ഏബിൾ ടു ലെറ്റ് ഗോ ഓഫ് ദാറ്റ് സിറ്റുവേഷൻ. ഓക്കെ, ഒരു മേ ബി നിങ്ങളെ ഒരു കറന്റ് സിറ്റുവേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് റിലേഷൻഷിപ്പിൽ റീയൂണിയൻ കാണുന്നുണ്ട്. മേ ബി ആ പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് വരും, കോൺവെർസേഷനൊക്കെ കാണുന്നുണ്ട്. സോ ഒരു ന്യൂ സ്റ്റാർട്ട്. ഓക്കെ, ആ ഒരു റിലേഷൻഷിപ്പിൽ ന്യൂ സ്റ്റാർട്ട് മേ ബി ആർക്കെങ്കിലും നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ, അല്ലെങ്കിൽ ആരെങ്കിലും നിങ്ങളുടെ ലൈഫിലേക്ക് സഡൻ ആയിട്ട് വരും. ഓക്കെ, സഡൻ ആയിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരുന്നതാണ് കാണുന്നത്. സംബഡി ഫ്രം ദ പാസ്റ്റ്. ഓക്കെ, ആരെങ്കിലും നിങ്ങളുടെ പാസ്റ്റ് നിന്ന് നിങ്ങളുടെ ലൈഫിലേക്ക് സഡൻ റഷ് ചെയ്തിട്ട് വരുന്നുണ്ട്. ഓൾറൈറ്റ്. സോ റിലേഷൻഷിപ്പിൽ നിങ്ങൾ അങ്ങനെ ആരെങ്കിലും വെയിറ്റ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കോൺവെർസേഷൻ, ഓക്കെ, അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കോൺവെർസേഷനൊക്കെ വരുന്നൊരു സമയം കൂടിയാണ്. സോ ജോലിക്കൊക്കെ വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് അതിന് വേണ്ടിയുള്ള കോൺവെർസേഷൻ, ആ ഒരു കോൺവെർസേഷനൊക്കെ വരുന്നൊരു സമയം കൂടിയാണ്. ഓക്കെ, ഒരുപാട് കോമ്പറ്റീഷനുള്ള ഫീൽഡാണ്. സോ നിങ്ങൾ ഒരുപാട് ജോലിക്ക് ശ്രമിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ ഒരുപാട് ട്രൈ ചെയ്യേണ്ട ഒരു സമയം കൂടിയാണ്. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങളുടെ പ്ലാൻസ്, നിങ്ങളുടെ കാര്യങ്ങളൊന്നും, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ പ്ലാൻ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾ മറ്റുള്ള ആൾക്കാരായിട്ട് ഷെയർ ചെയ്യരുത്. സോ യു ഹാവ് ടു പ്രൊട്ടക്ട് യുവർ എനർജി ഫ്രം അതേഴ്സ്. ഓക്കെ, നിങ്ങളുടെ ചുറ്റുമുള്ള ആൾക്കാരായിരിക്കാം. സോ ഈ ഒരു വരുന്ന കുറച്ച് സമയം നിങ്ങൾ ആരെയും ബ്ലൈൻഡായിട്ട് വിശ്വസിക്കാതിരിക്കുക. അവർ പറയുന്ന കാര്യങ്ങൾ, ഓക്കെ, ഈവൻ ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യത്തിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ പോലും, ഫിനാൻഷ്യലി ആയാലും റിലേഷൻഷിപ്പിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ പോലും ആൾക്കാർ നിങ്ങളെ ചീറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ സീക്രട്ട് ആയിട്ട് ഹൈഡ് ചെയ്ത് വെക്കാനുള്ള സിറ്റുവേഷൻ ഒക്കെ ഉണ്ട്. സോ നമുക്ക് ഉറപ്പുള്ള കാര്യത്തിൽ മാത്രം നമ്മൾ എൻഗേജ്ഡ് ആവുക. ഈവൻ ഫിനാൻഷ്യലി നിങ്ങൾ ഇൻവെസ്റ്റ് ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് കൺഫേം ആയിട്ടുള്ള കാര്യത്തിൽ മാത്രം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ അതിനുവേണ്ടി ശ്രമിക്കുക. ഓൾറൈറ്റ്. സോ അതാണ് ഗ്രൂപ്പ് നമ്പർ 3 നിങ്ങൾക്കുള്ള റീഡിങ്. സോ നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക ആൻഡ് ലിവ് ദ റെസ്റ്റ്. ഓൾറൈറ്റ്, റീഡിങ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അടുത്തൊരു റീഡിംഗ് ആയിട്ട് വരുന്നവരെ ഫ്രണ്ട്സ്, ടേക്ക് കെയർ ആൻഡ് ബൈ.